നമസ്കാരം മന്ത്രി സാറേ, നമസ്കാരം. വരൂ വരൂ. ഇന്റർനാഷണൽ ജ്വല്ലറി എക്സിബിഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലീസ് വന്നാലും സാറേ. ഒരുപാട് നന്ദി. വളരെ നന്നായിട്ടുണ്ട്. വെരി ഗുഡ്. സോറി ഉണ്ട് കേട്ടോ, ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി പോയി. ലേറ്റ് ആയാലും എന്താ സാർ പ്രശ്നം? ഒരു കുഴപ്പമില്ല. ബെറ്റർ ലേറ്റ് ദൻ നെവർ. മതി മതി, ഇനി ആരും അകത്തേക്ക് വരാൻ പാടില്ല. കാരണം നിങ്ങൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ ഇനി സ്ഥലമില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അതിനകത്ത് നല്ല സ്പേസ് ഉണ്ടായിട്ടും അയാൾ എന്താ നമ്മളെ കേറ്റാതെ പോയത്? ബട്ടുടെ സിക്സ്ത് സെൻസ് പറയുന്നു എന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നുവെന്ന്. പക്ഷെ എന്താണെന്ന് അറിയില്ല. എന്നാ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഹേ ബട്ടു, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നീ താഴേക്ക് നോക്ക്. ഇങ്ങനെ എടുത്ത് ചാടുന്നതിന് മുമ്പേ ഒന്ന് നോക്കണ്ടായിരുന്നോ? ഞാൻ നോക്കിട്ടാ കണ്ടു ചാടിയ, പക്ഷെ താഴെ നോക്കാൻ മറന്നു കട്ടു. പെട്ടെന്ന് ഒന്ന് രക്ഷിക്കടാ, എന്റെ ഗ്രിപ്പ് പോകുന്നടാ. അയ്യോ രക്ഷിക്കണേ കട്ടു, വേഗം വാടാ. ലെഫ്റ്റ് റൈറ്റ് ഏതെങ്കിലും ഒന്ന് തെളിച്ച് പറയണം. കണ്ടു കണ്ടു, എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി അങ്ങോട്ട് കരയിലേക്ക് കൊണ്ടുപോകാം. വെൽക്കം മന്ത്രി സാർ, വെൽക്കം യു ആള്. നീയാ വലിയ കുറ്റവാളി ബണ്ടി കേബിൾ അല്ലേ? ഇപ്പോൾ നീ എങ്ങനെ ഇവിടെ എത്തി? ബണ്ടി കേബിളിന്റെ ടേബിളിൽ എപ്പോഴും പണം ഉണ്ടാകണം, അതാണ് എനിക്കിഷ്ടം. പെട്ടെന്ന് അതിന്ന് കുറച്ച് പണം കുറഞ്ഞപ്പോ അത് റെഡിയാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലായോ? അതെ, നീ ഇപ്പോഴെന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങൾ എല്ലാവരും ബണ്ടി കേബിളിന്റെ വിശേഷ അതിഥികളാണ്. കണ്ടോ, നിങ്ങൾക്ക് കഴിക്കാനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് കഴിച്ചിട്ട് വിശ്രമിക്കൂ. പിന്നെ ബണ്ടി കേബിളിന്റെ ടേബിളിലേക്ക് 50 കോടി രൂപ വന്നെങ്കിലേ നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂ. ബട്ടു, നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രൊഫസറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ കേബിൾ കാർ വരെ കൊണ്ടാക്കും. അതെയോ? ഇതൊന്നും നോക്കേ, മന്മാനി സാറിന്റെ എത്തിയല്ലോ. അവിടെ നിൽക്കൂ. കുറ്റവാളി എവിടെയാണുള്ളത്? അവിടെ കണ്ടില്ലേ, ആ കേബിൾ കാറിലാണ് അവരിയ്ക്കുന്നത്. എവിടെയാണുള്ളത് അവൻ? എന്നോട് പറയൂ, ഞാൻ അവനെ ഓടിപ്പോയി പിടിക്കുന്നതായിരിക്കും. മന്മാനി സാറേ, അവിടെ നിൽക്ക്. താഴെ വീഴല്ലേ. എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല അല്ലേ? ജോലി ചെയ്യുമ്പോൾ ഞാൻ എന്റെ ജീവനെ പോലും വിലവെക്കാറില്ല. മനസ്സിലായോ? നീ അല്ലേടാ കുറ്റവാളി? സാറേ, ദേ അങ്ങോട്ട് നോക്കിക്കേ. അവിടെയുണ്ടോ? ഓടിപ്പോയി ഞാൻ അവനെ ഇപ്പൊ പിടിക്കുന്നതാണ്. നമസ്കാരമുണ്ട് പ്രൊഫസർ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കാണൂ എന്റെ ക്രിയേഷൻ. നിങ്ങൾ വിളിച്ചത് കൊണ്ട് ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു. കൈയോടെ എന്റെ പെട്ടിയും ഞാൻ ഇങ്ങോട്ട് എടുത്തു. ഞങ്ങൾക്ക് ആ കേബിൾ കാറിന്റെ കാര്യത്തിൽ എന്തോ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടം വരെ എത്തണം. സംശയമുണ്ടെന്നോ? അപ്പൊ നിങ്ങൾ ന്യൂസ് ഒന്നും കണ്ടില്ലേ? ആ ബണ്ടി കേബിൾ മന്ത്രിയെയും മറ്റുള്ളവരെയും തടവിലാക്കിയിരിക്കുകയാണ്. അവരെ വിട്ടുതരണമെങ്കിൽ അവൻ 50 കോടി രൂപ വേണമത്രേ. അത് ശരി, എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നതിന്റെ മനസ്സ് അപ്പോഴേ പറഞ്ഞു. ഈ ബട്ടുടെ സിക്സ് സെൻസ് ഒരിക്കലും തെറ്റായി പ്രവർത്തിക്കില്ലെന്ന് നീ മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടു. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഇതിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ പറന്നുകൊണ്ട് കേബിൾ കാറിന്റെ അടുത്തേക്ക് പോകാം. താങ്ക് യു പ്രൊഫസർ. വെൽക്കം വെൽക്കം.
ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. മന്ത്രിനെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങൾ എവിടത്തേക്ക് പോവാണ്? ഇറങ്ങാനാ പറഞ്ഞത്. മൻമാനി സാറേ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങളല്ല കിഡ്നാപ്പ് ചെയ്തത്, ഞങ്ങൾ രക്ഷിക്കാൻ പോവാ. മിണ്ടിപ്പോവരുത്. നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത്? മന്ദബുദ്ധിയാണെന്നോ? യു ആർ അണ്ടർ അറസ്റ്റ്. മനസ്സിലായോ? എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ നിങ്ങൾ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. കമോൺ ബട്ടു, നീ കാണിച്ചു കൊടുക്ക എന്താണ് ചെയ്യാൻ പറ്റുന്നെന്ന്. സൂപ്പർ, ഇറ്റ്സ് ഷോ ടൈം. എല്ലാവരെയും നമുക്ക് ഗതി കലക്കാം. നിങ്ങളുടെ കളിയൊന്ന് നിർത്തുന്നുണ്ടോ പ്രൊഫസർ? നിങ്ങൾ എന്ത് ശ്രമിച്ചാലും ഞാൻ അവരെ വിടാൻ ഉദ്ദേശമില്ല. അയ്യോ, വേദനിക്കുന്നത്. എന്തായി സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായി കാണിക്കുന്നത്? എന്നെ താഴേക്ക് ഇറങ്ങൂ. എന്നെ ഇതെങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ബട്ടു, നീ എന്തായി കാണിക്കുന്നേ? ഞാൻ നല്ലോണം പട്ടം വിടുവന്ന് എന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടു. അതേപോലെ ഞാൻ എങ്ങനെ ഇത് പറപ്പിക്കുന്നത് കണ്ടില്ലേ? മൻമാനി സാർ എന്നെ കണ്ടത് അതിശയിച്ചു പോയി കാണും. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. കയറ്റ് താഴെ കിടക്ക്, ഞാൻ ഓടിക്കാം. അങ്ങനെയാണോ? ഓക്കെ. ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയൂ അവരടുത്ത് ഞാൻ ഈ കയറ് പിടിച്ച് പുറകിൽ തൂങ്ങിക്കൊണ്ടിരിക്കുവാണെന്ന്. ചമ്മത് സിംഗ് ഛായ തരൂ. ബട്ടു, ആ സ്റ്റിയറിംഗ് എനിക്ക് താ. എന്തായി കാണിച്ചേ? താഴെ വീഴുന്നു നമ്മൾ. എന്തായി കാണിക്കുന്നത്? ബട്ടു. മൻമാനി സാറോ, എന്തിനാ ഇത്രയും ദൂരം വരുന്നത്? ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ വരുമായിരുന്നില്ലേ? മിണ്ടിപ്പോകരുത്. നിങ്ങൾ കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് കിടക്കുന്നത്. മര്യാദയ്ക്ക് എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി വിടാനാ പറഞ്ഞത്. ഇല്ലെങ്കിലുണ്ടല്ലോ. ഹലോ സുഹൃത്തേ, എന്താ തനിയെ ഇരുന്ന് തേൻ കുടിക്കുന്നത്? എനിക്കും കുറച്ച് തേൻ താ. തേൻ ശരീരത്തിന് വളരെ നല്ലതല്ലേ? ഇവരെ കാണാൻ ആൾ കൊള്ളാവല്ലോ. നന്നായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഷെയർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ തരാം. ഒറ്റക്കായതുകൊണ്ട് എനിക്കും ബോറടിക്കുന്നു. ആ, എനിക്ക് ഒരു കമ്പനി കിട്ടിയല്ലോ. ഇതാ കഴിച്ചോ, നന്നായിട്ട് കഴിക്ക്. ആ, എവിടെ പോയിരിക്കുവാ ഇവൻ? ഓ, അല്ല, എന്താ സംഭവിച്ചത്? ടിങ് ടോങ്, അതൊരു കരടിയാണ്. നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്. ഓടിക്കോ. മൻമാനി സാർ, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? മിണ്ടിപ്പോകരുത്. ഒരു പ്രശ്നം വന്നാൽ ലോകത്തിൽ എന്നെക്കാളും സ്പീഡിൽ ഓടാൻ ഇതുവരെ ആരും ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ നോക്കിക്കോ. കണ്ടോ? ഓടിക്കോ, ഓടിക്കോ. ഈ ബട്ടുവിടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളെയാണ് ഫോളോ ചെയ്യുന്നത്. താങ്ക് യു ബട്ടു. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ പ്ലീസ്.
സമാധാനം. ഇനി എന്റെ അടുത്ത് ഒരിക്കലും ആ കരടി വരാൻ പോകുന്നില്ല. ഞാനിങ്ങ് മേളിലല്ലേ ഉള്ളത്. സാബ്ജി, നമ്മളിപ്പോ എവിടെയുള്ള ഇതേതാ സ്ഥലം? ഹായ്, how are you? എന്താ കട്ടു ഇത്? നമ്മളെല്ലാരും കേറിപ്പോയി ഇങ്ങനെ ചായുന്നേ. എന്റെ നടു ഒടിഞ്ഞ്. എന്റെ അമ്മ, എടാ, ഇതിന് കാരണക്കാരായ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. മനസ്സോറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കേബിൾ കാർ വരെ എത്താനുള്ള ഐഡിയ കിട്ടി. നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിനെയും അദ്ദേഹത്തിന്റെ ആൾക്കാരെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അവരാ കേബിൾ കാറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കില്ലേ? മന്ത്രിയെ പിടിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാം. സൂപ്പർ കട്ടു. ഇപ്പൊ ഈ ബട്ടും കട്ടൂടൊപ്പം ചേർന്ന് ശത്രുക്കളെ ഒരു പരുവത്തിലാക്കാൻ പോകുന്നു. മന്മാനി സാർ, സാറും വരുവിന് കൂടെ. നിങ്ങൾ പോയിക്കൊള്ളൂ, പുറകിൽ തന്നെ ഞാൻ വരുന്നതാണ്. എന്നാ പോവാം. ഹലോ എവരിബഡി. ബട്ടു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒന്നുമില്ല കട്ടു, ഈ ബട്ടുവും ഈ കട്ടൂന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, വേറെ ഒന്നുമല്ല. അയ്യോ, എന്റെ മുതുക് വേദനിക്കുന്നേ. ഹലോ, ഹായ്. അത് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാ കട്ടു, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. ബാക്ക് ടു ബാക്ക് ഫൈറ്റ്, ബാക്ക് ടു ബാക്ക്. ഞാൻ ബാക്കിൽ നിൽക്കാം, നീ ഫൈറ്റ് ചെയ്താൽ മതി. ഓക്കേ ദെൻ ലെറ്റ്സ് ഫൈറ്റ്. എനിക്കാരെങ്കിലും ഒരു ഗ്ലാസ് ചായ തരുമോ? അതും നല്ല കടുപ്പത്തിലുള്ള ഒരു ചായ. മൺമണി സാറിന് ചായ കൊടുക്കൂ. കട്ടുപറ്റു, നിങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കേബിൾ കാറിലേക്ക് വരാൻ അനുവദിക്കാതിരുന്നത്. നിങ്ങൾ വന്നല്ലോ, ശല്യം ചെയ്യാൻ തുടങ്ങിയല്ലോ. നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റില്ല. ക്ഷണിക്കാത്ത വിരുന്നുകാരായി ഓരോ സ്ഥലത്തും ചെന്ന് ശല്യമുണ്ടാക്കുന്നത് തന്നെ നിങ്ങളുടെ ജോലി അല്ലേ? ഈ ശല്യങ്ങളെ ഒഴിവാക്കിയേക്ക്. ഞാനിതോ വന്നു. ധൈര്യമുള്ള ആരെങ്കിലും എന്റെ മുമ്പിൽ വന്ന് നിന്നാ മതി. ഇവിടെയുള്ള എല്ലാവർക്കും അടി കൺഫേം ആണ്. അവനെന്താ മാജിക് ആണോ കാണിക്കുന്നത്? പോയി അടിക്കണ, അടിച്ച് അവനെ ഇല്ലാതാക്ക് വേഗം. വെറുതെ ഒരു രസത്തിന് ഒരു ഡയലോഗ് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും അടിക്കാൻ വേണ്ടി വരുമോ? കട്ടു, നീ അടിക്കാനുള്ള സമയം. ഞാനിവിടെ ബാക്കിൽ നിൽക്കാം, നീ അവരെ അടിച്ചൊരു കല്ല് വെക്ക്. അങ്ങനെ തന്നെ. കൊള്ളാം, കൊള്ളാം, വളരെ നന്നായി, കൊള്ളാം. താങ്ക് യു. ബണ്ടി സാർ, നിങ്ങൾ വന്ന് ഇരിക്കൂ.
ഈ ഫൈറ്റ് ഇപ്പൊ ഒന്നും തീരില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ലഞ്ച് ടൈമിൽ കഴിക്കാതിരിക്കുന്നത് നല്ലതല്ല. സോ കഴിച്ചേ പറ്റൂ. നീ പറയുന്നതും ശരിയാണ്. ബണ്ടി കേബിളിന്റെ ടേബിളിനെ പോലെ ബണ്ടിയുടെ വയറും നിറഞ്ഞിരിക്കണം. ഇത് ലഞ്ച് ടൈം. അടിക്കാൻ പറഞ്ഞപ്പോ ആരെയും കണ്ടില്ല. കഴിക്കാൻ വിളിച്ചപ്പോ മുൻപന്തിയിൽ തന്നെ കേറി ഇരിക്കുന്നല്ലോടാ. ലഞ്ച് ടൈം എനിക്ക് മാത്രമാണ്, നിങ്ങൾക്കിത് ഫൈറ്റ് ടൈം ആണ്. ഇനിയിപ്പോ എല്ലാരും വന്നോളൂ. എല്ലാവരുടെയും പ്ലേറ്റ് വന്ന് എടുത്തോണ്ട് പോക്കോളൂ. പ്ലേറ്റ് കൊണ്ട് കളിച്ചത് മതി, പോയി ഫൈറ്റ് ചെയ്യടാ. അവരെ നിങ്ങളെ കൈ കൊണ്ട് അടിച്ച് തകർക്കണം. വീടില്ലടാ ഞാൻ. അവനെ വിടലടാ. സാറേ ക്ഷമിക്കൂ. സറണ്ടർ ആയിക്കോ, അല്ലെങ്കിൽ എല്ലാം കൂടി ഞാൻ എടുത്ത് പുറത്ത് കളയും. എല്ലാം പോയി. എന്റെ പണമതാ പറന്നു പോകുന്നു. ബണ്ടി കേബിളിന്റെ ടേബിളിൽ പണമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവൻ ഞാൻ എടുക്കും. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ലടാ. എന്താ ഇത്? അത്ര ടേസ്റ്റ് ഇല്ലല്ലോ. ഇതാണ് നെയ്വട. നെയ്വട നാ വയൽ ടോക്ക്. ഇവനെന്തിനാ വെറുതെ ഇങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ? ഈ ചട്നിയില്ലാത്ത വട എനിക്ക് വേണ്ട. എന്നാ പിടിച്ചോ. ഇപ്പൊ നിങ്ങളുടെ മുഖത്തുനിന്ന് ഞാൻ തക്കാളി ചട്നി വരുത്തും. എന്റെ ഫ്രണ്ടിനെ നീ തല്ലിയല്ലേ ഇഷ്ക? ഇനി ഒരിക്കലും എന്റെ ഫ്രണ്ടിനെ തല്ലരുത്, മനസ്സിലായില്ലേ? നീ പറയുന്നത് കേട്ട എല്ലാ തെറ്റും ഞാനാ ഒറ്റയ്ക്ക് ചെയ്തെന്ന് തോന്നുവല്ലോ. വളരെ ക്ഷമയോടുകൂടി ഞാൻ എല്ലാവരെയും കിഡ്നാപ്പ് ചെയ്തു. ആരെയും ഒരു വിധത്തിലും ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാവർക്കും ആഹാരം പോലും തയ്യാറാക്കി വെച്ചിരുന്നു. ഞാൻ ചോദിച്ചത് വെറും 50 കോടി മാത്രമായിരുന്നില്ലേ? അത് തന്നിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ അടികൂടേണ്ട പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അതിന്റെ ഇടയിൽ വന്ന് എന്റെ പ്ലാൻ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങളുടെ ശല്യത്തിന് ഒരു അളവില്ലാതെ നിങ്ങൾ എല്ലാവരെയും അടിക്കുന്നു, എല്ലാം നശിപ്പിക്കുന്നു. എന്റെ പണവും എടുത്ത് കളഞ്ഞല്ലോ. മൺമണി സാറേ, ആദ്യം ഇവരെ അറസ്റ്റ് ചെയ്യൂ. ഇൻസ്പെക്ടർ മൺമാണി. സാറേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ബണ്ടി കേബിൾ, യു ആർ അണ്ടർ അറസ്റ്റ്. വരാൻ. താങ്ക് യു ഗട്ടു ബട്ടു, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവൻ പോലും വകവയ്ക്കാതെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ മന്ത്രി സാറേ, ഈ ബട്ടു എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ലഞ്ച് നേരെ കഴിച്ചില്ല, പക്ഷേ ഡിന്നർ എങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിച്ചാലോ?